ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ടഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് അല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങളിൽ നമുക്ക് മൈൻഡ് കിട്ടില്ല, പ്രസൻസ് ഓഫ് മൈൻഡ് കിട്ടില്ല. എക്സാമ്പിൾ പറയുന്നത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ, ഫാമിലിൻ്റെ കൂടെ, പാർട്ട്ണറുടെ കൂടെ ഇരിക്കുമ്പോൾ ഇവർ 100 വട്ടം അങ്ങനെ ചോദിക്കും, എന്താണ് ഈ ഓക്കെ അല്ലേ, ഈ എന്ത് ഈ ആലോചിച്ച് കൂട്ടുന്നത്, എന്ത് ഈ ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞാൽ 80% ഓഫ് അവർ ബ്രെയിൻ വിൽ ബി വർക്കിംഗ് ഓൺ ബിസിനസ്, പ്രോബ്ലം സോൾവിങ്, അല്ലെങ്കിൽ സാലറി കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വിഷൻസ്. ഇതിലിങ്ങനെ തലങ്ങനെ പുകഞ്ഞുകൊണ്ട് പോകും. സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ഒരു കോഗ്നിറ്റീവ് പ്രീ ഓക്യുപ്പേഷൻ സ്റ്റേറ്റ് എന്നൊക്കെ പറയും. നമുക്കൊരിക്കലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എത്തിക്കലായിട്ട് ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് വിചാരിച്ച് ഇറങ്ങുന്ന ബിസിനസ് ഓണേഴ്സ് കമ്പൽസറി അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ഈ സ്റ്റേജിലുണ്ടാവും. ഇത് മാൻഡറ്ററി ആണ്, നമുക്കൊരിക്കലും അത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കും, എന്താ എനിക്കെന്താ അവിടെ മൈൻഡ് കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റേജ്. അതങ്ങനെയാണ്. കാരണം നമ്മൾ ബ്രെയിനിലെ പ്രയോറിറ്റി വർക്ക് സെറ്റ് ആവുന്നത് നമുക്ക് ബിസിനസ് സെറ്റ് ചെയ്യണമെന്നുള്ളതാണ്. സോ അതിൽ ഈവൻ ചെറിയ എറർ പോലും നമുക്ക് വലിയ പെട്ടെന്ന് സോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ മൈൻഡ് പോകുക. അപ്പോൾ കൂടെയുള്ള സോഷ്യൽ സർക്കിളിന് ചിലപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല, എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഇവനക്ക് എന്താ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചൂടെ, ഇവിടെ എന്താ കറക്റ്റ് ഫോക്കസ് തരാത്തത് എന്നുള്ളത് ചോദിക്കാം. പക്ഷേ ഇതൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഈ ഫൗണ്ടർക്ക്. ഈ തോട്ട്സ് പൊക്കോണ്ടേ നിൽക്കും. ബ്രെയിൻ സ്റ്റോമിങ് സ്റ്റേജാണ് ഇത്. ആ ബിസിനസ് ഫൗണ്ടറെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ഈ തോട്ട്സിലൂടെയാണ്. ആലോചിച്ച് ഇരുന്നാവും, ഓക്കെ ഇതാണ് ഇതിനൊരു സൊല്യൂഷൻ. സോ ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഫൗണ്ടറെ സംബന്ധിച്ച് അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ സോഷ്യൽ ലിവിങ്ങിനെ സംബന്ധിച്ച് ഒരു ഭയങ്കര ചാലഞ്ചാണ്.